മയിലിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരെ വിട്ടോ മൈസൂർക്ക്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാരാഞ്ചി ലേക്കിലാണ്, മൈസൂരിലുള്ളത്. അപ്പോൾ വെൽക്കം ടു ദി വീഡിയോ. ഈ പരിസ്ഥിതിയിലൊക്കെ പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട് കിരൺ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു സ്ഥലമാണ് മൈസൂരിലെ കാരാഞ്ചി ലേക്ക്. സിറ്റിയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 20 രൂപയായിരുന്നു. പാർക്കിംഗ് ഫീസ് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിരൺ പറഞ്ഞത് വെച്ചിട്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നടക്കുന്ന വഴി തൊട്ടടുത്ത് മയിലൊക്കെ വന്ന് നിൽക്കും എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ആറ്റുനോറ്റ് കണ്ടൊരു മയിലാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല, അവൻ ചിലപ്പോൾ തള്ളിയതായിരിക്കാം, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമായിരിക്കുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ മാറിയത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. അതെന്താ സത്യാവസ്ഥ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഈ ലേക്കിൻ്റെ ലേക്ക് എന്ന് പറഞ്ഞത് ആക്ച്വലി ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ ഫുള്ള് ചുറ്റി കണ്ടൊന്നുമില്ല, എന്നാലും ഒരു 50% അല്ലെങ്കിൽ 75% ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. കാരണം ഞങ്ങൾക്ക് തിരിച്ച് പോരാനുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കുറച്ച് പ്ലാനിങ് ഉള്ളത് കാരണം ഞങ്ങൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തില്ല. ഇവിടെ ശരിക്കും അത്രയും സമയം വേണ്ടി വരുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലമാണിത്. അങ്ങനെ വെയിലൊന്നും അടിക്കാതെ നമുക്ക് നല്ല രീതിക്ക് കുറേ നടക്കാം. റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, ഫോട്ടോ സെഷനൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് കളിക്കാൻ ചെറിയ പാർക്കുണ്ട്. ഈ സൂവിലൊക്കെ കാണുന്ന പോലെ കൂടിലിട്ടിരിക്കുന്ന ബേർഡ്സ്, അങ്ങനെ കുറച്ച് ബേർഡ്സിനെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ മയിലിനൊക്കെ ഇങ്ങനെയൊക്കെ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ, ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോൾ മയിലിൻ്റെ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇല്ല, മയിലൊക്കെ ഞങ്ങൾ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും പോകും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെയൊക്കെ ശരിക്കും ഇതൊക്കെ ഞാൻ ഓൾറെഡി വോയിസും കൂടി എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത്രയും ഭയങ്കര നോയ്സായിരുന്നു. ഈ പറഞ്ഞ മയിലിൻ്റെ ഒക്കെ ഭയങ്കര ശബ്ദമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ നമ്മൾ കൂട്ടിലിട്ടിരിക്കുന്നതാണ്. അതൊക്കെ അത്യാവശ്യം ഇങ്ങനെ ചുറ്റി കണ്ട് പോരാനുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ പാർക്കുണ്ട്. പിന്നെ ഷാരൂന് ബട്ടർഫ്ലൈസ് കുറച്ച് പേടിയുള്ളത് കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞ മയിലിൻ്റെ സ്ഥലം. ഇത് ഫുള്ളൊരു പറന്നൊന്നും പോവാതിരിക്കാൻ ഫുള്ള് കെട്ടി വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെ ചങ്ങലയൊക്കെ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. കയറിയ ഉടനെ കണ്ട കാഴ്ചയാണിത്, പീലി വിരിച്ച് നിൽക്കുന്ന മയിൽ. ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷേ ഇത്രയും നല്ല ഭംഗിയോടുകൂടി ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇത് ഒരു മയിലാണെങ്കിൽ ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് മയിലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അത്രയും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പീസ്ഫുൾ ആംബിയൻസ് അല്ല. ആക്ച്വലി മയിലുകൾ ഒരെണ്ണം ഒച്ച വെച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്തത് അതിന് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ കുയിലിനൊക്കെ കൂവി വിളിക്കാറില്ല, അതുപോലെയായിരുന്നു. നല്ല സൗണ്ടായിരുന്നു. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മയിലിൻ്റെ കൂടെ അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു. അത് ഒരുപാട് നേരം ഇങ്ങനെ പീലിയൊക്കെ വിരിച്ച് നിൽക്കുന്നതുകൊണ്ട് ഡാൻസ് കളിക്കുന്ന മയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആക്ച്വലി പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാരാഞ്ചി ലേക്ക് എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ. ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കാഴ്ച അങ്ങനെ എപ്പോഴൊന്നും കാണാൻ കിട്ടുന്നതല്ലല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിലോട്ടൊക്കെ വിളിച്ച് അവരെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. അത്രയും നല്ല മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇത് ആക്ച്വലി 3ാമത്തെയോ 4ാമത്തെ തവണയാണ് ഞങ്ങൾ മൈസൂർ വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ഞങ്ങൾ ഈ കാരാഞ്ചിയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഒരിക്കൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന് തന്നെ വേണം ഈ ഒരു സ്ഥലത്തിനെ പറയാനായിട്ട്. ആക്ച്വലി ഈ ഒരു കളറിലെ മയിൽ മാത്രമല്ല, ഫുൾ വൈറ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ബ്ലാക്ക് ആയിരുന്നു തോന്നുന്നു, അതെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഫുൾ വൈറ്റിൻ്റെയും മയിലുണ്ടായിരുന്നു അത്. പക്ഷേ ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഒന്നും അല്ല എന്ന് വേണം പറയാൻ. ആക്ച്വലി കണ്ട നല്ല രസമായിരുന്നു ഈ ഒരു വിരിച്ച് നിൽക്കുന്നൊരു കാഴ്ച കാണാനായിട്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. വേറെ ഇതിൻ്റെ അടുത്തോട്ട് വരുന്നൊന്നും കണ്ടില്ല. പക്ഷേ ഒരു സൈഡിൽ ഒരെണ്ണം പീലി വിരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ അടുത്തതും വിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഇങ്ങനെ കൂവി വിളിക്കുന്ന ഭയങ്കര മറ്റേ പീക്കോക്കിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, ശരിക്കും ആ ഒരു സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അതായത് ഞങ്ങൾക്ക്
എത്ര കണ്ടിട്ട് ഈ മതിയാവുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോസ് എടുത്തു, സെൽഫിയൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. കണ്ടിട്ട് ശരിക്കും മടുപ്പ് തോന്നാത്തൊരു സ്ഥലമായിരുന്നു ഈ കാരാഞ്ചി ലേക്ക് എന്ന് പറയുന്നത്. കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ 2 നമുക്ക് കാണാം. മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന മയിലിനെ കാണാം. താഴെ നമ്മളുടെ കൂടെയൊക്കെ ഓടി നടക്കുന്ന മയിലിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കുന്ന വഴി തന്നെയാണ് വേറെ 2 പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് ശരിക്കും ആ ചങ്ങലയുടെ അപ്പുറത്താണ് മയിലുകൾ കൂടുതൽ നിന്നേച്ചത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നടക്കുന്ന വഴിയിലോട്ട് ഇറങ്ങി വന്നു. ഞങ്ങൾ അടുത്ത് പോയി സെൽഫിയൊക്കെ എടുത്തതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളമയിൽ. പക്ഷേ അതിപ്പോൾ ഈ പറഞ്ഞ മണ്ണും ചെളിയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ഭംഗി പോയതാണ്. കുറേ നേരം നമുക്ക് ഈ മയിലൊക്കെ നമുക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസൊക്കെ ചെയ്തു തരും. അവസാനം കണ്ട് മടുക്കുന്നൊരവസ്ഥ. അത്രയും കുറേ നേരം ഇത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും നല്ല രസമായിരുന്നു. മടുപ്പല്ല, ആക്ച്വലി അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം ഞങ്ങൾ എടുത്തതാണ്. അത് എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ശരിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ മൈസൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കാരാഞ്ചിയിലേക്ക്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടും. ഒട്ടും തന്നെ തിരക്കൊന്നുമില്ല. പാർക്കിംഗ് സ്പേസ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുക. അങ്ങനെ മയിലിനെയൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ പുറത്തോട്ടിറങ്ങാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു ആശാൻ ഇവിടെ വന്ന് നിന്നേച്ചത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ സമയത്ത് തുറന്നു കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് എങ്ങനെ പറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ അത് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ ഒരു കൂട്ടിലിൻ്റെ ആ ഒരു സെറ്റപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും നടക്കാൻ തുടങ്ങി. ഇത് ശരിക്കും നട്ടുച്ച സമയത്താണ് ഞങ്ങൾ പോയത്. ശരിക്കും ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ പ്ലാനിങ് ചെറുതായിട്ട് തെറ്റിയെന്ന് വിചാരിച്ചു. നട്ടുച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും തന്നെ വെയിൽ താഴോട്ട് അറിയാത്ത രീതിയിലായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബാംഗ്ലൂരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഓപ്പൺ ജിം. അപ്പോൾ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക. മൈസൂരിൽ നിന്ന് പോകുന്നവർ മറക്കാതെ ഈ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും വിസിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.